വൈഫൈ ക്യാമറയാണ്. ഇത് USB-യിലാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുക. USB പവർ വേണം. കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതിൻ്റെ കൂടെ ഒരു മാഗ്നറ്റിക് പ്ലേറ്റ് ഉണ്ട്. ഇത് നമുക്ക് ടേബിൾ ടോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം. സീലിങ്ങിൽ മൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണമെന്ന് മാത്രം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം, തിരിക്കാം. കൈകൊണ്ട് മാത്രമേ തിരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് മൊബൈൽ ആപ്പ് വഴി നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറൈസിങ് സിസ്റ്റം ഇതിലില്ല. മോട്ടറൈസ്ഡ് ക്യാമറ അല്ല, ഇത് ഫിക്സഡ് ലെൻസ് ക്യാമറയാണ്. ഇതിൻ്റെ കൂടെ ഒരു മാഗ്നറ്റിക് പ്ലേറ്റ് ഉണ്ട്. ഈ ക്യാമറയുടെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്. ഈ പ്ലേറ്റ് നമ്മൾ എവിടെയാണോ വെക്കുന്നത് അവിടെ നമുക്ക് ഈ ക്യാമറ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ക്യാമറയുടെ ഗുണം എന്ന് പറയുന്നത് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. USB കണക്ഷൻ, പവർ കണക്ഷൻ USB വഴി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ ക്യാമറ നമുക്ക് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് ഇങ്ങനെ ടേബിളിൽ വെക്കാം, ഇങ്ങനെ സീലിങ്ങിൽ വെക്കാം, ഇനി ഇങ്ങനെ ചരിഞ്ഞ ഒരു സൈഡിൽ ഇങ്ങനെയും വെക്കാം. ഇവിടെയും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതായത് വാൾ, സീലിംഗ്, ടേബിൾ ടോപ്പ്, ഈ 3 ഓപ്ഷനിൽ ഈ ക്യാമറ നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഈ ക്യാമറയിലുള്ള മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ 2-വേ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ ക്യാമറയിൽ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്. അതുപോലെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഉണ്ട്. 10 to 12 മീറ്റർ വരെയാണ് ഇതിൻ്റെ നൈറ്റ് വിഷൻ പറയുന്നത്. 2-വേ ഓഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമുക്ക് മൊബൈൽ ആപ്പിൽ എവിടെ നിന്നിട്ടും നമുക്ക് ഈ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. 2 മെഗാ പിക്സൽ ഫുൾ HD ലെൻസ് വരുന്ന ക്യാമറയാണ്. പവർ വരുന്നത് USB-യിലാണ് ഈ ക്യാമറയുടെ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. നിയർ ബൈ ഉള്ള CCTV ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഇത് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു കേസേ ഇതിനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ CCTV ഷോപ്പിലുള്ള ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ, CCTV ഡീലറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻസ്റ്റാളേഷനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ആളെ വിട്ടിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യനെ വിട്ട് തന്നിട്ട് അവർ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ക്യാമറയുടെ മുമ്പിലുള്ള ആളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കേൾക്കാനുള്ള മൈക്ക് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. മൈക്രോ SD കാർഡ് കണക്ട് ചെയ്യാനുള്ള SD കാർഡ് സ്ലോട്ട് ഇതിലുണ്ട്. മൈക്രോ SD കാർഡ് സ്ലോട്ട് ഇതിലുണ്ട്. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു USB ചാർജറും അതിൻ്റെ പവർ അഡാപ്റ്ററും അതിൻ്റെ USB കേബിളും അവൈലബിൾ ആണ്. ഏകദേശം ഈ കേബിൾ ഒരു 2-2.5 മീറ്ററോളം ലെങ്ത് ഉള്ള കേബിൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതുപോലെ മാഗ്നറ്റിക് ഹോൾഡറിനുള്ള പ്ലേറ്റ് അവൈലബിൾ ആണ്. ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മളിപ്പം സീലിങ്ങിലോ വാളിലോ എവിടെയാണെങ്കിൽ നമുക്കിതിങ്ങനെ വെച്ചാൽ ക്യാമറ അവിടെ ഇങ്ങനെ ഫിക്സ് ആയി കിടന്നോളൂ. സീലിങ്ങിലാണെങ്കിൽ സീലിങ്ങിൽ ഓക്കെ, പ്ലേറ്റ് അവൈലബിൾ ആണ്. ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഇതിലുണ്ട്. അതായത് ഒരു 10 മീറ്റർ വരെയുള്ള നൈറ്റ് വിഷനും കാര്യങ്ങളൊക്കെ ഇതിൽ പോസിബിൾ ആണ്. നല്ല CCTV ഇൻസ്റ്റാളേഴ്സിൻ്റെ കയ്യിൽ നിന്നും നിങ്ങൾ ഇങ്ങനത്തെ ക്യാമറാസുകൾ പർച്ചേസ് ചെയ്യുക. അവർക്ക് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക. നമുക്കിപ്പം വയനാട്ടിൽ ദുരിതങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കയ്യിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ സുരുക്കൂട്ടി അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തതൊക്കെ നമ്മുടെ നാട്ടിലുള്ള വ്യാപാരികളാണ്. സോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്യാമറാസും കാര്യങ്ങളും ഇലക്ട്രോണിക് ഡിവൈസും എന്ത് വാങ്ങുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ വാങ്ങിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. അതിപ്പോൾ ഡ്രസ്സ് വാങ്ങുകയാണെങ്കിലും ഇലക്ട്രോണിക്സ് വാങ്ങുകയാണെങ്കിലും ഇലക്ട്രിക്കൽ പ്രൊഡക്ട്സ് വാങ്ങുകയാണെങ്കിലും ഒക്കെ നമ്മൾ ആ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ളവരെ നമ്മൾ സഹായിക്കണം. കാരണം അവർ നിലനിന്നാൽ മാത്രമേ നമുക്ക് നാളെ ഒരു ആപത്തുണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് വീണ്ടും നമുക്ക് സഹായം കിട്ടുള്ളൂ. സോ നമ്മളെപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ അടുത്ത് നിന്ന്, അതായത് നാട്ടിൽ നിന്നാണെങ്കിലും ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും ആ സാധനം വെക്കുന്നുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഈ ക്യാമറ അതുപോലെ ഓട്ടോമേഷൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളും ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളും ഒക്കെ നിങ്ങൾ മാക്സിമം അങ്ങനെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സർവീസ് സപ്പോർട്ടും കാര്യങ്ങളും വാറണ്ടി കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും.